മീഡിയാസിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ മാലിമൻ ഇറങ്ങി ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് നൽകുന്നത് നിരാശയാണോ? ഇന്ന് തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ലെവലിലുള്ള ഒരു പ്രകടനം തന്നെയാണ്. അതായത് പുറത്തേക്ക് ഇറങ്ങി വരുന്നവരുടെ മുഖത്ത് നിരാശ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഇവിടെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ആളുകൾ ചാനലുകാർ പോലും പറയുന്നു ഇപ്പോൾ ഈ സിനിമ അത്ര പോരാ എന്ന്. ഒരു കാര്യം പറയാം, ഇതൊരു LJP മൂവിയാണ്. ഈ ഒരു സിനിമ അതിഗംഭീരം തന്നെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ കാണുന്ന പോലെയോ ചിന്തിക്കുന്നത് പോലെയുള്ള ലെവലിലുള്ള സിനിമയായിട്ട് കാണരുത്. നിങ്ങളുടെ താരതമ്യം മാത്രമാണ് ഈ സിനിമയെ ഈ റേഞ്ചിൽ എത്തിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഈ ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്താണ് LJP നൽകുന്നത് അത് തന്നെ ഈ സിനിമയിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ചുരുളിയിലും നൻപകൽ നേരത്തെ മയക്കത്തിലും ഒക്കെ കിട്ടിയ അതേ ഫീലും കാര്യങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. ഒരു LJP മൂവി കാണുമ്പോൾ അതിലെ നടനെ നോക്കി കാണാൻ പോകുന്നതാണ് ആദ്യത്തെ തെറ്റ് എന്നുള്ളത്. അതിപ്പോൾ മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഒരു കാര്യം പറയാം, ഇത് LJPയുടെ മാജിക്കാണ്. ആ ഒരു മാജിക് ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ കാണുന്നു പല ചാനലുകാരും വലിയ സപ്പോർട്ടോടെ ഈ സിനിമയെ വലിയ സംഭവമാക്കിയപ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ഓരോ പോസ്റ്റർ ഇട്ട് ഇത്രത്തോളം ഹൈപ്പ് ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ പറയാനുള്ളത് സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോൾ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായമാണ്. പലരും പറയുന്നു നെഗറ്റീവാണ്, അങ്ങനെ ഒരു കാര്യമല്ല. അത് വെറും നിങ്ങൾ മുന്നിൽ കണ്ട പ്രശ്നങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചു എന്നുള്ളതല്ല ഒരു സിനിമയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഏതെങ്കിലും ഒരു സിനിമ തിയേറ്ററിലിട്ട് സ്ഥിരമായി കണ്ടാൽ പോരെ എന്നുള്ളൊരു മറുചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്തായാലും മലൈക്കോട്ടെ മാലിമൻ കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോഹൻലാൽ സിനിമ കാണാനായിട്ടല്ല പോയത്, ഒരു LJP സിനിമ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ 100% കിട്ടിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ എടുത്ത് പറഞ്ഞ പോലെ 500 കോടി 1000 കോടി റേഞ്ചിൽ വരുന്ന സിനിമയുടെ പട്ടികയിലേക്ക് ഈ സിനിമയെ ചേർക്കാൻ കഴിയില്ല എന്നുള്ളത് കാര്യം മാത്രമാണ്. പക്ഷേ ഒരു LJP മൂവിയായിട്ട് മാത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 100% ഈ സിനിമയിൽ സംതൃപ്തിപ്പെടുത്തും, എന്നല്ലെങ്കിൽ ആ ഒരു സിനിമ നിങ്ങളെ സംതൃപ്തിപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഇപ്പോൾ മിക്സഡ് അഭിപ്രായവും കാര്യങ്ങളുമൊക്കെയാണ് വരുന്നത്. വരും ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ബാക്കിയുള്ള ഷോകളെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെയാണ്. അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ഉള്ളതാണ്. എന്താണേലും ആദ്യ ഷോ കഴിയുമ്പോൾ ഫാൻസ് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നമാണ്. ഒരു കാര്യമുണ്ട്, ഫാൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ ഇവിടെ തെളിയിക്കുകയാണ്. ഫാൻസുകാരല്ല സിനിമയെ തീരുമാനിക്കുന്നത്, സാധാരണക്കാരാണ് സിനിമയുടെ വിധി എഴുതുന്നത് എന്നുള്ളതാണ്. ഫാൻസുകാർക്ക് വെറുതെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കാം, 100 കോടിയും 50 കോടിയും 500 ഒക്കെ പറഞ്ഞ്. പക്ഷേ സാധാരണക്കാർ ഹൃദയത്തിലേറ്റിയാൽ മാത്രമേ സിനിമ മുന്നോട്ട് പോവുകയുള്ളൂ. ഫസ്റ്റ് ഷോ കണ്ടത് കൂടുതലും ഫാൻസുകാർ തന്നെ. അവരുടെ നിരാശയാണ് നമ്മൾ സിനിമയിൽ കണ്ടതെങ്കിൽ ഇനിയും ജനങ്ങൾ കാണുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ തന്നെയായിരിക്കും. എന്ന് വെച്ചിട്ട് ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയോ ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് അടിക്കുമോ എന്നൊന്നും ഇവിടെ അവകാശവാദങ്ങൾ നമ്മൾ പറയില്ല. തീർച്ചയായും നല്ല സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു നല്ല സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ദേ മീഡിയാസ്.